ബൂഗി ഹേ ബൂഗി 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 കരനത്ത് സമേ തരവന്ന്. ഓരോ വർഷമാകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ മോളുടെ അപ്പയാണ് തുടക്കം. പുള്ളി ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. ആൾക്ക് വേറൊരാളുടെ വൈഫായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് മോൾക്കും പുള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ അന്നൊന്നും എൻ്റെ മോള് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് പറഞ്ഞത്, ഇനി നിന്നെ ഞാൻ വിടത്തില്ല. ആ ബിഗ് ബോസ് വന്നപ്പം ഒന്ന് ഗ്യാപ്പ് ഇട്ട് പിടിച്ചതാണ്. സൗഹൃദത്തിൽ വന്നവർക്കിട്ട് തനുജ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പണി കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അതെനിക്ക് അറിയാൻ വിഷമമുണ്ട്. നമുക്ക് IQ ലെവൽ കുറവുള്ള കുട്ടിയാണ്. 6 മാസത്തിൽ ജനിച്ച കുഞ്ഞാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടം അവൾ അപ്പയാണ്. പിന്നെ അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഈ ഡാൻസ് ചെയ്യുന്ന കുട്ടിയെ പോലും ആ സ്ത്രീ ഭയങ്കര അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്മയ്ക്ക് താങ്ങുന്നതിനപ്പുറത്താണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. ദേവുവിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ പിടുത്തം വിടുന്നത്. എൻ്റെ 9.5 വയസ്സാണ്. എൻ്റെ മോളെ കൂട്ടിക്കൊടുത്തിട്ടാണ്, എനിക്ക് പ്രൊഡ്യൂസർക്ക് കൂട്ടിക്കൊടുത്തിട്ടാണ് എനിക്ക് അവസരം കിട്ടിയെന്ന്. ആ സ്ത്രീയുടെ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞപ്പം ഇവളുടെ അപ്പനായ വ്യക്തി ആ വീട്ടിൽ പോയിട്ട് നമ്മുടെ KFC ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് ആഘോഷിക്കുന്നു. അയാളിന് ജന്മം തന്നൊരു കുഞ്ഞിനെയാണ് ഞാൻ വളർത്തുന്നത്. അയാൾക്ക് ഇപ്പോഴുള്ളതും ഒരു പെങ്കൊച്ച് തന്നെയാണ്. പക്ഷേ ആ കുഞ്ഞിന് ഇന്നവരെ ഞാനൊരു അനാവശ്യം പറഞ്ഞിട്ടില്ല. ആ ലേഡിക്ക് ശരിക്കും കണ്ടത് എൻ്റെ കുഞ്ഞ് എന്താണെന്ന്. എന്നിട്ട് അവർ പറയാം എൻ്റെ കുഞ്ഞിന് ഒരസുഖവുമില്ല. കുഞ്ഞിനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ലേ? അപ്പൻ്റെ പേര്, അപ്പൻ എത്ര മോശപ്പെട്ട ഒരാളായാലും അപ്പനെ മാറ്റി നമുക്ക് പറയാൻ പറ്റില്ല എവിടെയും. അയാൾ ആദ്യമായിട്ട് അപ്പ, എൻ്റെ അപ്പായി അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ചത് എൻ്റെ മോളാണ്. ഞാനല്ല അയാൾ ഉപേക്ഷിച്ച് പോയത്, ഞങ്ങളെയാണ് അയാൾ ഉപേക്ഷിച്ച് പോയത്. ഞങ്ങൾ കൂടെ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നിട്ടുണ്ട്. എവിടെയൊക്കെ നാണം കെടുത്തി, എവിടെ നിന്നൊക്കെ എന്നെ പറഞ്ഞേക്കാൻ പറ്റും അതൊക്കെ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അയാളൊന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെയൊക്കെ അലയിടി തടസ്സം ഇടുക. ഈ നിയമപരമായിട്ട് നിങ്ങൾ തന്നെയല്ലേ? അതെ, നിങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിച്ച് രജിസ്റ്റർ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഒറിജിനൽ പുള്ളി നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ ഉള്ളത് മറ്റൊരാളുടെ ഭാര്യയാണ്. അയാളുടെ ഭാര്യ ആവില്ലല്ലോ ഒരിക്കലും. വെച്ചാൽ ആദ്യം അയാളുടെ മനസ്സിൽ എൻ്റെ മോളെ വലിച്ച് പുറത്താക്കി. അയാളുടെ എല്ലാ കുഞ്ഞിന് കളറ് കൂടുതലാണ്. കണ്ടുപിടിക്കുന്ന മെസ്സേജ് എന്ന് പറയണേ, എനിക്ക് പീരീഡ്സ് ആയില്ല എന്നുള്ള ഒരു മെസ്സേജാണ് കണ്ടുപിടിക്കുന്ന ഫോണിൽ. അതൊരു ഭാര്യ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അയാൾ ഇട്ടിട്ട് പോയപ്പം 10-40,000 രൂപ കടമായിരുന്നു വീടിന്. അവിടെ നിന്ന് ഞാനും എൻ്റെ കുഞ്ഞ് അനാഥ മന്ദിരത്തിൽ പോയി നിന്നു. അയാൾ ആ ലേഡിയും കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പം അപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്നറിയോ, അയാൾ എൻ്റെ മോള് അപ്പൻ ജീവിച്ചിരിക്കുക അനാഥ മന്ദിരത്തിൽ പോയി കിടക്കുന്ന ഒരു കുഞ്ഞിനെ ഓർക്കുമ്പം അയാൾ വരും. ഇപ്പോഴെൻ്റെ തലയൊക്കെ നോക്കിയേ വന്ന് അയാൾ വേരടക്കം പറിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് അതുപോലെ പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ നെറ്റിയിലേക്ക് ഇവിടെ പൊട്ടിച്ച് ഓരോ വന്ന് ഒരുപാട് ഉപദ്രവിച്ചു. കുഞ്ഞിനോടൊന്നും മിണ്ട് പോലും ചെയ്യാതെ ഇപ്പോൾ ഉള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് അതിനെ കൊണ്ട് കൊച്ചിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇങ്ങനെയുള്ളൊരു കുഴപ്പമുള്ളൊരു കുഞ്ഞിനെ ഞാൻ ചേർത്ത് പിടിച്ച് പോകുമ്പോൾ എന്നെ ആ പുള്ളി ഇത്ര ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? ശരിയാവില്ല. രണ്ടാമതൊരു കല്യാണം നോക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കല്യാണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബിൽ ചേച്ചി ലൈവിൽ വന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ടാണ് ഞാൻ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് നോക്കണേന്നും പറഞ്ഞിട്ട് അത്രത്തോളം എന്നെ മാനസിക ഇതായിട്ട് എന്നെ എന്തിനാ ഇതുപോലെ പീഡിപ്പിക്കുന്നത്. അതുൽ എന്ന് പറഞ്ഞ യൂട്യൂബർ എടുത്ത് അത് കണ്ടൻറ്റാക്കി ചെയ്തു. നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ, ജിനുവിനോട് അവർ മിണ്ടിയും ചെയ്തു, നിങ്ങൾക്ക് എന്താണ്? അഥവാ എനിക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മോളെ ഇന്നടത്താക്കിക്കോണം, വേറെ ആർക്കും കൊടുക്കരുത്. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് തനുജയാണ്. തനുജ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊരുപാട് ഷോസുകൾ ചെയ്യുകയും അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തി ഇന്ന് ഒന്നുമല്ലാതെ തൻ്റെ യൂട്യൂബ് ചാനലിൽ ചെറിയ വീഡിയോകൾ ചെയ്തും മകളുടെ കൂടെ ഡാൻസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറച്ചായിട്ട് തനുജയ്ക്ക് പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ പലരും വിമർശിക്കുകയാണ് തനുജയെ കൂടുതലായിട്ടും. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് തനുജയോട് തന്നെ ചോദിച്ചറിയാം. കാരണം നമുക്കറിയില്ലല്ലോ കൂടുതലായിട്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ്. നമ്മൾ ഉറക്കപ്പുറം വായിച്ചിട്ട് അല്ല, തനുജയോട് തന്നെ ചോദിക്കണം. തനുജെ, എന്തൊക്കെയാണ് പറയാനുള്ളത്? പറയാനെന്താ, ഒരുപാടുണ്ട് പറയാൻ. ഒരു എപ്പിസോഡിലൊന്നും തീരണ്ടാവില്ല. അത്രയ്ക്കും. പിന്നെ ഓരോ വർഷമാകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ യൂട്യൂബേഴ്സ്. പിന്നെ ചോദിച്ചോ ഞാൻ പറയാം. അല്ല, ഇതിനൊക്കെ ഒരു കാരണം തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാരണങ്ങളാണെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു അതിനുള്ളൊരു തുടക്കം? എന്തായിരുന്നു തുടക്കം എന്ന് പറയുന്നത്? എൻ്റെ മോളുടെ അപ്പയാണ് തുടക്കം. പുള്ളി ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. ഓക്കെ. ആൾക്ക് വേറൊരാളുടെ വൈഫായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ കണ്ടുപിടിക്കുന്നു. ഏറ്റവും അവസാന ഘട്ടമായപ്പോഴാണ് ഞാനിതെല്ലാം കാണുന്നത്. കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മാക്സിമം ഞാൻ നോക്കി ഞങ്ങളെ വിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് പുള്ളി മാത്രമേ ഉള്ളൂ, എനിക്ക് മോൾക്കും പുള്ളി മാത്രമേ ഉള്ളൂ.
അപ്പോൾ പുള്ളി അവിടെ നിന്ന് കുറേ ആദ്യം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി വീട്ടിൽ മദ്യപിച്ച് വന്ന്. അതുവരെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ വഴക്കും പിണക്കൊക്കെ ഉണ്ടെങ്കിലും നല്ലതായിട്ട് എന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാ ഫാമിലിയിലും ഉണ്ടാവില്ല വഴക്കും പിണക്കൊക്കെ, അതുപോലെ ഞങ്ങളുടെ ഫാമിലിയിലും ഉണ്ടായിരുന്നു. അതും മദ്യപാനം അങ്ങനെയുള്ള കാരണം കൊണ്ട്, അല്ലാതെ വേറൊരു പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു. അതേ ചൊല്ലിയുള്ള വഴക്കും പിണക്കം അല്ലാതെ ഇത്രയും പ്രശ്നങ്ങളായത് ആ ഒരു ലേഡി ഇയാളുടെ ലൈഫിലോട്ട് വന്നപ്പോഴാണ്. അത് ഞാൻ ലാസ്റ്റ് ഘട്ടമായപ്പം കണ്ടുപിടിച്ച് മാക്സിമം ഞങ്ങളെ വിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി കുറേ ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ലാസ്റ്റ് ഘട്ടമായപ്പം പുള്ളി ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോവുക ചെയ്ത്. ആ ഒളിച്ചോടി പോയ ടൈമിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. പുള്ളി ഒന്ന് കണ്ടുപിടിച്ച് തരാനോ എവിടെയാണെന്ന് പറഞ്ഞു തരാനോ ഒരു സുഹൃത്തുക്കളോ ആരും ഇല്ലായിരുന്നു. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു ആർട്ടിസ്റ്റ് മുഖേന, എനിക്ക് ആളുടെ പേര് പറയാൻ താല്പര്യമില്ല, ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞപ്പം അന്നൊന്നും എനിക്ക് നിയമത്തിൻ്റെ വഴി പോകാൻ ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അന്നത്തെ ആ അവസ്ഥ എൻ്റെ മോൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്നുവെച്ചാൽ ജീവിക്കണോ മരിക്കണോ എന്ന എല്ലാ ഒരിതായിട്ട് ഞാനൊരു ശരിക്കും മെൻ്റൽ പോലെ ആയില്ലെന്നുള്ളൂ, അതിൽ വരെ എത്തിയായിരുന്നു. പക്ഷെ എൻ്റെ അന്നൊന്നും എൻ്റെ മോള് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കൂട്ടായിട്ട്. പിന്നെ അറിയാത്ത കുറേ ആളുകൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ കണ്ട് വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട സിറ്റുവേഷൻ എത്തി, വാടക കൊടുക്കാതെ. അങ്ങനെയൊക്കെ കുറേ അന്യരായ മനുഷ്യരെ ഞങ്ങളെ സഹായിച്ചു. പിന്നെ ലാസ്റ്റ് ഈ പുള്ളിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഞാനും എൻ്റെ മോളും കൂടെ അവിടെ ചെല്ലുക ചെയ്യണം. ചെല്ലാനുണ്ടായ കാരണം കോടതിയിൽ കേസ് നടക്കുക, ചിലവിൻ്റെ മോൾക്കുള്ള ചിലവിൻ്റെ കേസ് നടക്കുമ്പം പുള്ളിയുടെ തറവാട്ട് അഡ്രസ്സിൽ നോട്ടീസ് അയക്കുമ്പോഴേക്ക് 2 പ്രാവശ്യം മടങ്ങി വന്നു. 3ാമത്തെ വട്ടം എന്നോട് വക്കീൽ പറഞ്ഞു, ഇനി ആൾ കൈപ്പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പുതിയ അഡ്രസ്സ് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ലാസ്റ്റ് പുള്ളിയുടെ അഡ്രസ്സ് ഇന്നടത്തിൽ പുള്ളി താമസം ഉണ്ടെന്നുണ്ടപ്പം ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അവിടേക്ക് പോവുമായിരുന്നു ചെയ്ത്. വക്കീൽ പറഞ്ഞു ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട സാർ, ഞാൻ നേരിട്ട് പോയിട്ട്, ഒന്നാമത് എൻ്റെ മോൾ ഇത്ര വർഷമായി കണ്ടിട്ട്, അപ്പോൾ എൻ്റെ മോൾക്ക് അപ്പയെ കാണുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തമ്മനത്ത് ഞാൻ പാലാരിവട്ട സ്റ്റേഷനിൽ പോയിട്ട്, സാർ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇന്നടുത്ത് താമസിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മോൾ അവിടെ പോകണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം സാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പരാതി കൊടുത്തിട്ടാണ് തമ്മനത്തേക്ക് പോകണത്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഉള്ള സീനുകളാണ് ബാക്കി മൊത്തം നിങ്ങൾ ആ ഒരു ഉള്ള ചാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസ്. അവിടെ ചെന്നപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു പ്രതികരണം അല്ല അവിടെ നിന്നുണ്ടായത്. പിന്നെ ആ ലേഡി പറയിപ്പിച്ചു, നിങ്ങളെ കുഞ്ഞല്ല, അയാളെൻ്റെ മോളെ മുഖത്ത് നോക്കി പറയണു, നിങ്ങളെ കുഞ്ഞല്ല, DNA ചെയ്യണമെന്ന്. അങ്ങനെ കിടന്നോട് തുടക്കം ഉണ്ടായത്. അത് അവിടെ നിന്നാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവിടുന്ന് പുള്ളി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നിലും വന്നിട്ടൊരു ആക്റ്റീവ് ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ആരോടും ഒരു മറുപടിയും പറയാനില്ലായിരുന്നു പുള്ളിക്ക്. പിന്നെ എന്നെ കുറേ ചാനലിലൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം നടന്ന കാര്യങ്ങൾ സത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു, അല്ലാതെ അതിൽ അന്നും ഇന്നും ഒരു കള്ളം ചേർത്തിട്ടില്ല. പക്ഷെ അവരിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഭാഗത്ത് സത്യമുണ്ട്, ആ കള്ളം ചെയ്തത് സത്യമാക്കി തെളിയിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൻ്റെ ഭാഗമല്ല എന്നും ജയിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആൾക്ക് വേറൊരു ഉപദ്രവത്തിനൊന്നിനും പോകുന്നില്ല. ഞാനിപ്പം ജീവിക്കാൻ വേണ്ടി ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ ഞങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിച്ചു. മോളുടെ ഡാൻസ്, എൻ്റെ കുക്കിംഗ് വീഡിയോ, പാട്ട്, ലൈവ് അങ്ങനെയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെങ്കിൽ പുള്ളി നേരെ ഓപ്പോസിറ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യും. പക്ഷേ മോള് അപ്പനെ കാണാൻ തോന്നുമ്പോൾ ആ ചാനലെടുത്തിട്ട് കാണുമ്പോഴും അതിലുണ്ടായ കുഞ്ഞിനെ ലാളിക്കുന്നതും അന്ന് ഒരു മകളെ ഉള്ളെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്തിടുക. അങ്ങനെ ഞങ്ങളെ എങ്ങനെ മാക്സിമം തകർക്കാൻ പറ്റും അതൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു യൂട്യൂബറായ ഒരു ലേഡിയെ സപ്പോർട്ട് പിടിച്ചിട്ട് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ടോർച്ചർ ഇതായ ഞാനായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, ഈ ലോകത്ത് ഞാൻ മാത്രമാണ് ഒരു ഭർത്താവ് ഉപേക്ഷിച്ച് പോയൊരു ഭാര്യയുള്ളൂ എന്ന്. അല്ല, ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ കോൾ വരാറുണ്ട്. എന്ന് വെച്ചാൽ ചേച്ചി ഇതുപോലെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഞാനായിരിക്കും അനുഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ പോയ ആൾ പൊക്കോട്ടെ, പോയി സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിരന്തരം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് വീഡിയോസ് ഇടുക, കുഞ്ഞിനെ മാനസികമായിട്ട് തളർത്തുന്ന വീഡിയോസ് ഇടുക, വേറെ യൂട്യൂബറെ കൂട്ടുപിടിച്ചിട്ട് എന്നെ ഓരോ ഘട്ടമായിട്ട് 1ാം ഘട്ടം 2ാം ഘട്ടം എന്നിട്ട് ആ ലേഡിയെ കൊണ്ട് ഞങ്ങളുടെ ലൈഫിലുണ്ടായ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് വലുതാക്കിയിട്ട് ആ ലേഡി ഭയങ്കര നമ്മുടെ ബോഡി ഷെയിം ചെയ്തിട്ട് എപ്പിസോഡുകളാക്കിയിട്ട് അവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നിങ്ങളുടെ ലൈഫിൽ നടന്ന ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു, ഈ ചെറിയ കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ ഭർത്താവ് പറയണം. നിങ്ങൾ രണ്ടുപേരും പറയാതെ ആ ലേഡി ഒരു കാരണവശാലും ഇത് അറിയില്ല. ഈ സാധനം എങ്ങനെയാണ് പുള്ളിക്കാരുടെ കയ്യിലെടുത്തത്? ഞാനൊരിക്കലും ആ ലേഡിയോട് ഞങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു കാര്യങ്ങളും പറയാൻ നിന്നിട്ടില്ല. പുള്ളി പോയ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് അറിയണം എന്ന് വെച്ചിട്ട് ആ ലേഡി ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് പുള്ളിയെക്കുറിച്ച് ഒരു മോശം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പുള്ളി ആ ലേഡിക്ക് എന്നോട് ദേഷ്യം ഉണ്ടായപ്പം മോളുടെ അപ്പനെ കൂട്ടുപിടിച്ചിട്ട് അയാളെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ എപ്പിസോഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
നിങ്ങൾ പറയുകയുണ്ടായി ആ സ്ത്രീ നിങ്ങളെ വന്ന് കണ്ടു, നിങ്ങളായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് പെട്ടെന്നൊരു ശത്രുതയിലേക്ക് മാറുന്നത്? പെട്ടെന്നൊരു ശത്രുത എന്ന് വെച്ചാൽ ഇവർ വന്ന് എന്നെ കണ്ടുപോയതിനു ശേഷം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കണ്ട് വേറെ 2 യൂട്യൂബേഴ്സ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, തനുജ അവരുമായിട്ടുള്ള കൂട്ട് വേണ്ട, അവരിങ്ങനെയുള്ളതാണ്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വീഡിയോ ചെയ്യും, അതുകൊണ്ട് അവർ ഇന്ന പ്രശ്നങ്ങളുള്ള ഒരാളാണ്, വേണ്ടാന്ന് വെച്ചു. പിന്നെയാണ് ഞാൻ അവരുടെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ശരിയാണ്, ഓരോരോ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കത് ഇവരുമായിട്ടുള്ള കൂട്ട് വേണ്ട. ഇവരെന്നോട് വന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ, ഡ്രസ്സ് ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്, അതിന് തനുജനെ ഞാൻ കോട്ടയത്ത് കൊണ്ട് എൻ്റെ കൂടെ നിർത്താം, ഞങ്ങൾ കൂടെ വന്ന് നിൽക്കാം, അങ്ങനെയുള്ള ഓരോ വാഗ്ദാനങ്ങൾ തന്നായിരുന്നു. പിന്നെ എനിക്ക് ഇവർ ആ വാക്കുകളും പിന്നെ അവരുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് അവരുമായിട്ടുള്ള കൂട്ട് വേണ്ടാന്ന് തോന്നിയപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഷെഫീന ബീബി എന്നെ കാണാൻ വന്നിരുന്നു, വന്നിങ്ങനെയൊക്കെ സംസാരിച്ചു. പിന്നെ അവരെൻ്റെ ഫോണും കൂടെ, എനിക്ക് യൂട്യൂബിൽ എത്ര വരുമാനമുണ്ട്, എന്താണ് ചെയ്തു തരേണ്ടതെന്നൊക്കെ ഉള്ളത് കാണിച്ച് എനിക്ക് ഫോൺ മേടിച്ചെൻ്റെ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അത് ഞാൻ എൻ്റെ യൂട്യൂബ് കൂടെ പറഞ്ഞു. അതവർക്ക് ഭയങ്കര ദേഷ്യമായി. അവരെന്നെ വിളിച്ചു പറഞ്ഞു, നിന്നോട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് പറഞ്ഞത്, ഇനി നിന്നെ ഞാൻ വിടത്തില്ല, നീ നോക്കിക്കോ, നീ ആരോടാ കളിച്ചതെന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ, ഇനി നിനക്ക് ഒരു ഇതായിട്ട് ഞാൻ നിന്നെ എന്താ പറയുക വെറുതെ നിർത്തത്തില്ല, നിനക്കിനി മനസ്സിലാവും, നിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ നിൻ്റെ ഭർത്താവിനെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട് അന്ന് തുടങ്ങുക. ഇന്നും നിർത്തിയിട്ടില്ല. ഇപ്പോഴും കുറച്ച് മാസം കൊണ്ട് ആ ബിഗ് ബോസ് വന്നപ്പം ഒന്ന് ഗ്യാപ്പ് ഇട്ട് പിടിച്ചതാണ്. അത് കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങൾ എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങളോടുള്ള മുൻവൈരാഗ്യമാണോ ഈ ഞാൻ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണോ? അല്ലല്ല, അവർക്ക് എന്നോട് മുൻവൈരാഗ്യം എന്ന് വെച്ചാൽ ഞാനങ്ങനെ പറഞ്ഞ കാരണം ഇവരെന്നെ ഒരു എപ്പിസോഡായിട്ട് ഒരു വീഡിയോ ചെയ്തു, വളരെ മോശം പറഞ്ഞു. അപ്പോൾ കുറേ ഫാമിലിയുള്ള കുറേ അമ്മമാർ അവർക്കെതിരെ കുറേ എന്താ പറയുക നമ്മുടെ ഇതിടില്ലേ കമൻസ്, അങ്ങനെ കമൻസ് വന്നു. പിന്നെ വേറെ കുറേ യൂട്യൂബേഴ്സ് അത് ഏറ്റുപിടിച്ച് അവർക്കെതിരായിട്ട് ചെയ്തു. അതാണ് അവർക്ക് എന്നോട് ഉള്ള വൈരാഗ്യം. പിന്നെ ഇപ്പം തീരാത്ത വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അവരെ യൂട്യൂബ് ചാനൽ 1 ലക്ഷം സബ്സ്ക്രൈബറുള്ള ചാനൽ കളഞ്ഞു. വേറെ ആൾക്കാരാണ് അത് കളഞ്ഞത്. പക്ഷേ അത് എൻ്റെ വീഡിയോ വെച്ച് ചെയ്തതിൻ്റെ, എൻ്റെയും ജാസ്മിൻ്റെയും കൂടെ ആയിരുന്നു വീഡിയോ ചെയ്തതിന് അവർ കൊടുത്തത്. വേറെ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് വന്നത് എൻ്റെ വീഡിയോ വെച്ചിട്ടായിരുന്നു ആ ചാനലിൽ പോയത്. അത് എനിക്ക് അറിയ പോലുമില്ല. അത് എൻ്റെ യൂട്യൂബ് കൈകാര്യം ചെയ്യുന്ന വേറൊരു യൂട്യൂബറായിരുന്നു. അപ്പോൾ ആൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവരായിട്ടൊരു ബന്ധവുമില്ല, മാനസികമായിട്ട് ഒരു അടുപ്പമില്ല, എൻ്റെ മോൾ ഇത്രത്തോളം ഉപദ്രവിച്ച ഒരാളാണ്, അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇത് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോ, എനിക്കും സമ്മതമെന്ന് പറഞ്ഞു. ലാസ്റ്റ് വന്നപ്പോൾ അവർ അറിഞ്ഞതും എൻ്റെ ചാനൽ മുഖേനയാണ് പോയത്. പക്ഷേ വേറെ 2-3 ചാനൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പോയത് എൻ്റെ ചാനലിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതാണ് അവർക്ക് ഇത്രയും വൈരാഗ്യം. ഈ കൂടുതലായിട്ടും ലൈവിൽ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ തനുജ പറയാറുള്ളത്. അതെ അതെ. ഈ തനുജ ഈ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് ആളുകളെ കൊണ്ട് പറഞ്ഞ് ആ സമയത്ത് നിങ്ങൾ എന്നെ വിളിക്കണം, കാര്യങ്ങൾ പറയാറുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഒരിക്കലും ഇല്ല. എന്താണെന്നറിയോ, എൻ്റെ ലൈവിൽ ഒരു ദിവസം ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കൊക്കെ സംസാരിക്കണമല്ലോ, അതാണല്ലോ നിങ്ങൾ ഈ കമൻറ്റിലൂടെ ഇടുന്നത് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എൻ്റെ എനിക്ക് അന്ന് ഫോണില്ലായിരുന്നു അതിന് മുന്നേ. ഇപ്പോൾ പഴയ ഫോണ് നന്നാക്കി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പഴയ നമ്പർ ഞാൻ തരാം, അതിലേക്ക് നിങ്ങൾ സംസാരിക്കേണ്ടവർക്കെല്ലാം ഞങ്ങളെ വിളിക്കാം, ദേവീസിനോട് സംസാരിക്കാം, എന്നോട് സംസാരിക്കാം. അപ്പം അങ്ങനെയാണ് ഒരു ഫോൺ കോൾ വിളി തുടങ്ങിയത്. അത് വിളിക്കുമ്പോഴൊക്കെ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത്, ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയൊക്കെ കോൾസ് വരുന്ന. ഒരാളെടുത്ത് നമ്മൾ മുൻകൂട്ടി എന്തിനാ പറയണേ? അന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന എവിടേക്കുള്ള ആളുകളാണ്. പിന്നെ ഇപ്പോൾ ഉള്ള സെമീറത്താന്ന് പറഞ്ഞാൽ ഇത്ത വിളിക്കുന്നുണ്ട്. അതിപ്പോൾ എന്നോട് പാട്ട് പാടാൻ പറയുമ്പോൾ എനിക്ക് ശബ്ദം പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ത വിളിച്ചിട്ട് ഇത്ത പാട്ട് പാടിത്തരും. അല്ലാതെ മുൻകൂട്ടി പറഞ്ഞ ഒരാളും ഇന്നേ വരെ അതിലോട്ട് വിളിച്ചിട്ടില്ല. ഇല്ല. പക്ഷേ ഈ തനുജയായിട്ട് കൂടുതലായിട്ടും സൗഹൃദത്തിലിരിക്കുന്ന ആൾക്കാർക്ക് തനുജ പിന്നീട് പണി കൊടുക്കാറ പതിവെന്നും പറയുന്നുണ്ടല്ലോ. അതെ അതെ. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നവരൊക്കെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഒരു ഇതായിട്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്തില്ലെങ്കിൽ അത് നേരെ തിരിച്ചടിച്ചിട്ട് എനിക്ക് പാരയിട്ട് വരും. അല്ല, യൂട്യൂബ് ചാനലിൽ മാത്രമല്ല അല്ലാതെയും സൗഹൃദത്തിൽ വന്നവർക്കിട്ട് തനുജ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പണി കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. അതെനിക്കറിയില്ല. അത് എന്ത് പണി ഞാൻ കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവരുദ്ദേശിച്ച കാര്യത്തിന് എന്നെ സമീപിക്കുമ്പോൾ അതിൻ്റെ കൂടെ നീ കേസ് കൊടുക്കാൻ കൂടെ വാന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി എറണാകുളത്തോട് താമസം മാറി വന്നിട്ടുണ്ട്. എന്ത് കാര്യം അത് ഞാൻ പറഞ്ഞ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞില്ലേ, ഒരു ലേഡി, ആ യൂട്യൂബർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് വെച്ചാൽ മോളെ ഒരുപാട് അനാവശ്യം പറഞ്ഞിട്ടാണ്. ഇപ്പോൾ 11 വയസ്സാകുമ്പോൾ വന്ന കുട്ടിയാണ്. അന്ന് മോളെക്കുറിച്ച് പറയുമ്പോൾ 9.5 വയസ്സായ കുഞ്ഞായിരുന്നു. ഈ മോൾക്ക് ഇപ്പോഴും എനിക്ക് പറയാൻ വിഷമമുണ്ട്. മോൾക്ക് IQ ലെവൽ കുറവുള്ള കുട്ടിയാണ്. 6 മാസത്തിൽ ജനിച്ച കുഞ്ഞാണ്.
ഓക്കെ. സംസാരിക്കാനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി വരുന്നുണ്ട്. സ്പീച്ചിനൊക്കെ കൊണ്ടുപോയിട്ട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കൗൺസിൽ ചെയ്യുന്ന ഏത് ഡോക്ടേഴ്സാലും ആരും പറയുന്നത് കുട്ടിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കൊടുക്കുക. അവൾക്ക് ഏറ്റവും ഇഷ്ടം അവൾ അപ്പയാണ്. അവൾ ഓർമ്മയിൽ അവൾ അപ്പയുടെ കാര്യങ്ങൾ ഓർമ്മയുള്ളൂ, വേറെ ഒരു കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയില്ല. പഠിക്കുന്ന കാര്യം വരെ മറന്നു പോവുക, അത് ഓർമ്മയിൽ നിൽക്കില്ല. ഇപ്പോൾ അവളെ ഓർമ്മയിലുള്ള അപ്പയുടെ കാര്യങ്ങൾ. പിന്നെ അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാട്ടിട്ട് കൊടുത്താൽ അത് എത്ര പെട്ടെന്ന് സ്റ്റെപ്പ് ഇതാക്കി ചെയ്യുന്നത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ഡാൻസ് ചെയ്യുന്ന കുട്ടിയെ പോലും ആ സ്ത്രീ ഭയങ്കര അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം യൂട്യൂബർ എന്ന് വെച്ചാൽ വളരെ മോശം. എൻ്റെ മോളെ മുന്നിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഒരു അമ്മയ്ക്ക് താങ്ങുന്നതിനപ്പുറത്താണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് വീണ്ടും ഞാനൊരു മോശക്കാരിയാണെങ്കിൽ എന്നിൽ കള്ളമുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 90K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത്ര ആവില്ല. ഞങ്ങളിൽ ഇത്ര ഒരു വർഷത്തോളം ഒരു ലേഡിക്ക് കള്ളം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പിടിക്കത്തില്ല ആൾക്കാർ. അന്ന് എനിക്ക് ഒരു കാര്യങ്ങളെ പറയാനുള്ളൂ. ഈ ലേഡി എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് നമ്മളെ മോളെ എന്നെയും കുറിച്ച് വളരെ അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു. ഓരോരുത്തരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് എന്നോട് താനും ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്, നീയും കൂടെ വാന്ന് പറഞ്ഞിട്ട് എന്നൊരു ലേഡി വന്ന് കണ്ടു, സംസാരിച്ചു. അപ്പോൾ ആ ലേഡീൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പേരിൽ പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ കേസ് കൊടുക്കുക, എനിക്ക് പോലീസ് സ്റ്റേഷൻ കോടതി കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയും മടിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ മാക്സിമം ഇവരിൽ നിന്ന് വരാൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിന്ന്. പിന്നെ ഇവർക്ക് മനസ്സിലായി അവർ വിളിച്ചു കൊടുത്തിൽ ചെല്ലല്ലോ. 1 പ്രാവശ്യം 2 പ്രാവശ്യം ഞാൻ പോയി. 3ാമത്തെ പ്രാവശ്യം ഇപ്പം ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായി. അതാണ് ഒരു പ്രാവശ്യം എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ആ ലേഡി ബിരിയാണി കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തു, എല്ലാ സാധനങ്ങളും ഫുഡടക്കം മേടിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞ കാര്യം ഞാൻ നിൽക്കാത്തതുകൊണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലെൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് ആ വീഡിയോ പോലെ എടുത്തിട്ട് വളരെ മോശം പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് ചേച്ചി അറിഞ്ഞപ്പം ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ എന്നെ ജോലി തന്നല്ലോ, ആ ചേച്ചി പലിശ സഹിതം അവർക്ക് തിരിച്ചു കൊടുത്തു കാശ്. മനസ്സിലായോ? ഇതൊക്കെയാണ്, അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഓരോരുത്തരുടെ നേട്ടങ്ങൾക്കാണ് എന്നിലേക്ക് വരുന്നത്. പക്ഷേ ഞാനതിന്ന് എനിക്കത് ശരിയാവില്ല, വേണ്ട, അതിൻ്റെ പുറകെ പോകണ്ടെന്ന് വെച്ചാൽ ഞാൻ പിന്തിരിഞ്ഞ് പോകുമ്പം അവരെനിക്ക് നേരെ ശത്രുവായിട്ട് പോവാം. അപ്പോൾ അവർ പറയണം ചെയ്തതിന് നന്ദിയില്ലാത്തവളാണ്, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് പറയണം. അതിലെനിക്കൊന്നും പറയാനില്ല. ഇല്ല, ഇപ്പം മോളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന്? അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇല്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇൻ്റർവ്യൂവിന് തന്നു നീ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാവും, ഒരിക്കലും നീ കരഞ്ഞ് ഞങ്ങൾ കാണരുത്. പക്ഷേ ദേവുവിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ പിടുത്തം വിടും. എന്ന് വെച്ചാൽ ഒരമ്മയ്ക്കും ഒരച്ഛനും കൂടെയുള്ള അപ്പന് പോലും കേട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ലേഡി പറഞ്ഞത്. എൻ്റെ മോള് 9.5 വയസ്സായ ആ പ്രായത്തിലുള്ള കുഞ്ഞിന് അവർ പറഞ്ഞത്, ഞാനിപ്പോൾ അടുത്തൊരു പാലും പഴവും തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയായിരുന്നു. അന്ന് ഞങ്ങൾ മൂന്നാറിൽ ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴാണ് ഞാൻ അറിയണത് തനു ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ദേവൂട്ടിയെ വെച്ചിട്ടെന്ന്. അതിൽ ഞാൻ കേട്ടത് ആ ലേഡി പറഞ്ഞത് എൻ്റെ 9.5 വയസ്സാണ് എൻ്റെ മോളെ കൂട്ടിക്കൊടുത്തിട്ടാണ്, എനിക്ക് പ്രൊഡ്യൂസർക്ക് കൂട്ടിക്കൊടുത്തിട്ടാണ് എനിക്ക് അവസരം കിട്ടിയെന്ന്. ആ ലേഡി പറഞ്ഞ ഇത്രയും എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ ആ സ്ത്രീയുടെ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞപ്പം ഇവളുടെ അപ്പനായ വ്യക്തി ആ വീട്ടിൽ പോയിട്ട് നമ്മുടെ KFC ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് ആഘോഷിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അയാളൊരപ്പനാണോ? അയാളിന് ജന്മം തന്നൊരു കുഞ്ഞിനെയാണ് ഞാൻ വളർത്തുന്നത്. ആ കുഞ്ഞിനെ ഞാൻ എങ്ങനെയും വളർത്തിക്കോട്ടെ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ പറയുമ്പോൾ അയാൾ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണ്ടേ എൻ്റെ കുഞ്ഞിനെ? എന്നിട്ട് എൻ്റെ മോള് പാട്ട് പാടി ഡാൻസ് ഏഴുമല പൂഞ്ചലം പറഞ്ഞ് ഡാൻസ് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് എൻ്റെ കുഞ്ഞ് ചെയ്യുന്നത്. ആ പാട്ടിന് വരെ അവർ മോശം പറഞ്ഞിട്ട് ഈ അപ്പൻ അവിടെ ചെന്നപ്പോൾ അയാളുടെ മുന്നിൽ നിന്ന് വരെ ഇപ്പം ഉണ്ടായ കൊച്ചിനെ വെച്ചുകൊണ്ട് ഏഴുമല പൂഞ്ചലം പറഞ്ഞ് പാടി കളിയാക്കി ഡാൻസ് ചെയ്യുന്നു. ഈ കൊച്ചിന് ഇത്രയും പറഞ്ഞ് അയാൾക്ക് ചോദിച്ചോട്ടെ എൻ്റെ കുഞ്ഞിനെന്തിനാണ് നിങ്ങൾ പറഞ്ഞതെന്ന്? ആ കുഞ്ഞിനെ അങ്ങനെ പറയരുതെന്ന് അയാൾക്ക് പറഞ്ഞൂടെ? കൂടെയുള്ള അയാളുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്ന ആ ലേഡി പറയിപ്പിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ആ ലേഡി പറയിപ്പിക്കുകയാണെങ്കിലും ഒരു അപ്പനെന്ന് പറഞ്ഞൊരു അവകാശം അയാൾക്കുണ്ടോ? അയാൾക്ക് ഇപ്പോഴുള്ളത് ഒരു പെങ്കൊച്ച് തന്നെയാണ്. പക്ഷേ ആ കുഞ്ഞിന് ഇന്നവരെ ഞാനൊരു അനാവശ്യം പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ ഞാൻ ഇന്നവരെ ചീത്ത വിളിച്ചിട്ടില്ല, ഒരാളെ മോശം പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിന് ആ ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് നീതിക്ക് എന്താ പറയുക, ഒരമ്മ എന്ന് പറയുന്നത് ആ സ്ത്രീ ഇപ്പം അടുത്തെൻ്റെ വീട്ടിൽ പോലും കയറ്റി എന്നെ എത്ര പേര് വഴക്ക് പറഞ്ഞെന്നറിയോ? കോംപ്രമൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കയറ്റിയത്. പക്ഷേ അതിപ്പം നേരെ തിരിച്ച് വീണ്ടും എനിക്ക് പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക. ആ ലേഡിക്ക് ശരിക്കും കണ്ടത് എൻ്റെ കുഞ്ഞ് എന്താണ്. എന്നിട്ട് അവർ പറയാം എൻ്റെ കുഞ്ഞിന് ഒരസുഖവുമില്ല, ഒന്നുമില്ല. ഈ കുഞ്ഞ് പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും സംസാരിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് കരയും. അത്ര പോലും ഇതായിട്ടുള്ളൊരു കുഞ്ഞാണ്. പക്ഷേ അവർ പറയണത് ഞാനെല്ലാം ഇപ്പോൾ പറയുന്ന ഓരോ യൂട്യൂബേഴ്സും പറയണത് എൻ്റെ കുഞ്ഞിനെ കരയിപ്പിച്ച് വീഡിയോ ചെയ്യുന്നൊരു അമ്മയാണെന്ന്. അപ്പം അങ്ങനെ ഒരു ഇതാണ് എന്നെ വെച്ചേക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞിനോട് സംസാരിക്കുന്ന ഒരാൾക്കും അവളോട് ഇടപഴകുന്ന ഒരാൾക്കും അറിയാം എന്താണെന്നുള്ളത്. അല്ല, ഇപ്പോൾ ഈ കുഞ്ഞിനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ലേ? അയാൾ പറയുന്നുണ്ട് കഴിഞ്ഞിടയ്ക്ക് മോൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തു, അനുഗ്രഹ ജിനു എന്നും പറഞ്ഞിട്ട്.
അന്ന് രാത്രി അയാൾ വീഡിയോ ലൈവ് ഇട്ടിട്ട് യൂട്യൂബിൽ ലൈവ് വന്നിട്ട് പറയണു, എൻ്റെ മോള് അനുഗ്രഹ ജിനു എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ചേച്ചി, എനിക്കറിയത്തില്ല ചാനലൊന്നും തുടങ്ങാൻ. ഞാൻ അന്ന് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ സുനിത ചേച്ചി മോൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തു. അതിൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ, മോളുടെ കുഞ്ഞിലുള്ള ഫോട്ടോ, ഞങ്ങൾ 3 പേരുള്ള ഫോട്ടോസ് വെച്ചു. അതിന് അയാൾ യൂട്യൂബിൽ വന്നിട്ട് ലൈവ് ഇട്ട് എന്തൊക്കെ തെറി വിളിച്ചെന്നറിയോ. അനുഗ്രഹ ജിനു എന്ന് പറഞ്ഞ പേരെന്തിനു വെച്ചു. പക്ഷേ അയാൾ പറയുന്നുണ്ട് എൻ്റെ മോളാണ്, പേര് വെക്കട്ടെ, ഫോട്ടോസ് വെക്കരുത്. പക്ഷേ ഈ കൂടെയുള്ള ലേഡിക്ക് ഫോട്ടോസും വെക്കരുത്, പേരും വെക്കരുത്. അവളുടെ അപ്പൻ്റെ പേര്, അപ്പൻ എത്ര മോശപ്പെട്ട ഒരാളായാലും അപ്പനെ മാറ്റി നമുക്ക് പറയാൻ പറ്റില്ല എവിടെയും. അപ്പൻ തന്നെയാണ് അല്ലേ. അതെ, എൻ്റെ കുഞ്ഞിന് ആ അപ്പൻ്റെ പേര് വെക്കാനുള്ള അർഹത പോലും ഇല്ലേ. അയാൾ ആദ്യമായിട്ട് അപ്പ, എൻ്റെ അപ്പായി അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ചത് എൻ്റെ മോളാണ്. ആ മോൾക്ക് അതിനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നീതി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ പോലീസ് സ്റ്റേഷനിലും കോടതിയൊക്കെ ഒരുപാട് വർഷങ്ങൾ പിടിക്കും. പക്ഷേ എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണമെങ്കിൽ എനിക്ക് ജനങ്ങളോട് പറയണം. ആ ജനങ്ങളൊന്ന് അംഗീകരിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പം എൻ്റെ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ട് പോകേണ്ട അവസ്ഥയാണ് വരുന്നത്. ഏതെങ്കിലും ഒരു അമ്മയ്ക്കൊരു അങ്ങനെ ഉണ്ടാവും ഒരു അനുഭവം. എന്താണ് അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം? കുഞ്ഞ് അയാളുടെ എല്ലാം പറഞ്ഞ് തള്ളി പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പോകേണ്ട കാര്യം വന്നു. മോളുടെ ജനന സർട്ടിഫിക്കറ്റ്, ചോറൂണിൻ്റെ ഫോട്ടോസ്, ഇതെല്ലാം കൊണ്ട് പോവുക. എൻ്റെ ഭർത്താവാണ്, എൻ്റെ മോളുടെ അപ്പനാണെന്നുള്ള തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇത്രമാത്രം എന്താണ് നിങ്ങളോട് ഇത്ര? എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് എന്നോട്, മറക്ക് തനു, മറന്നുകള, എന്തിനാ നീ എൻ്റെ പുറകെ പോകണം, നിന്നെ വേണ്ടാതെ പോയതല്ലേ, നീ മറക്ക്. പക്ഷേ പുറത്തിരുന്ന് കാണുന്ന ആൾക്കാർക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് മറക്കാൻ. ഞാനല്ല അയാൾ ഉപേക്ഷിച്ച് പോയത്, ഞങ്ങളെയാണ് അയാൾ ഉപേക്ഷിച്ച് പോയത്. അയാൾ ഞങ്ങളെ മറന്നിട്ടാണല്ലോ പോയത്. പക്ഷേ എനിക്കും എൻ്റെ മോൾക്ക് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കൂടെ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നിട്ടുണ്ട്. ഉള്ള പോലെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ നല്ല നിമിഷങ്ങളുണ്ട്. എനിക്കതൊന്നും ഈ 9 വർഷം കൊണ്ട് കൂടെ ജീവിച്ച ആൾ പോയിച്ചിട്ട് അയാളെ മറക്കാനോ വെറുക്കാനോ എല്ലാം മറക്കാനോ കൊണ്ട് പറ്റൂല. പക്ഷേ ഈ 9 വർഷം കൂടെ ജീവിച്ചു, അയാൾ മറ്റൊരു ഭാര്യയുടെ കൂടെ പോയി, നിങ്ങളെ അയാൾ ഓർക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മറക്കാനും പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കടം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. മര്യാദയ്ക്കൊരു ജീവിതം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകല്ലേ. അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പുള്ളിയല്ലേ. എങ്ങനെയൊക്കെ രീതിയിലാണ് നിങ്ങളെ ഈ പുള്ളി ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ഓരോരോ രീതിയിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് പോകാനുള്ള ഇത് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മാക്സിമം പണി തരാമെന്ന് പറഞ്ഞില്ല, അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ. ഇവിടെ എറണാകുളത്ത് ഞാൻ വന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടെ ജോലിക്ക് വന്നത് ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ സുനിത ചേച്ചിയെ വിളിച്ചിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ആളും തരം നോക്കി കളിക്ക് ജിനു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം പുള്ളി മാക്സിമം മറ്റുള്ളവരുടെ അടുത്ത് അനാവശ്യങ്ങൾ പറയാം, ചേച്ചി ഞാനും തമ്മിൽ വേറൊരു രീതിയാണെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് മാക്സിമം ഞാൻ എന്നെ എവിടെയൊക്കെ നാണം കെടുത്തി എവിടെ നിന്നൊക്കെ എന്നെ പറഞ്ഞേക്കാൻ പറ്റും അതൊക്കെ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയും പോയി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അയാൾ മഴവിൽ മനോരമയിൽ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നില്ലേ, അവിടെ ഞാനും എൻ്റെ കുഞ്ഞും പോയിട്ട് സമരിക്കുന്നുണ്ടോ? അയാളെ കഞ്ഞൂടി മുട്ടിക്കാൻ നോക്കുന്നുണ്ടോ? അപ്പോൾ അയാൾ ചെയ്യുന്ന കാര്യം ഞാൻ എൻ്റെ ചാനൽ വഴി പുറത്ത് പറയുമ്പം അത് തെറ്റാണോ? നിങ്ങൾക്ക് പുള്ളിയായിട്ടൊന്ന് സംസാരിക്കാനായിട്ടൊരു സാഹചര്യം നോക്കിയിട്ടുണ്ടായിരുന്നു? ഇന്ന വരെ എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അയാളൊന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെയൊക്കെ ആ ലേഡി തടസ്സം ഇടുക. കഴിഞ്ഞിടയ്ക്ക് ഈ ലേഡി എന്ന് പറഞ്ഞാൽ ആരാണ്? കൂടെ ഇപ്പം ഭാര്യ എന്ന് പറഞ്ഞ് താമസിക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ. ഈ നിയമപരമായിട്ട് നിങ്ങൾ തന്നെയല്ലേ? അതെ. നിങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിച്ച് രജിസ്റ്റർ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഒറിജിനൽ പുള്ളി നശിപ്പിച്ച് കളഞ്ഞു. പക്ഷേ അതിൻ്റെ വേറൊരു എന്താ പറയുക കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ രജിസ്റ്റർ മാരേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് മറ്റൊരാളുടെ ഭാര്യയാണ്. അയാളെ ഭാര്യ ആവില്ലല്ലോ ഒരിക്കലും. അതുപോലും പുള്ളി കള്ളം കാണിച്ചു. അയാൾക്ക് നേരെ ചൊവ്വ ഞാൻ ഡൈവേഴ്സ് കൊടുക്കാം, എനിക്ക് തരാനുള്ള പൈസയും സ്വർണവും കാര്യങ്ങളൊക്കെ തന്നാൽ ഞാൻ ചെയ്യാം. പക്ഷേ ഈ ഇടയ്ക്ക് അയാൾ ചെയ്തത് എൻ്റെ വീട്ടിലെ പേര് വരെ അഡ്രസ്സ് വരെ മാറ്റിയിട്ട് അയാൾ ഡൈവേഴ്സിൻ്റെ കേസ് ഫയൽ ചെയ്തേക്കുക. അതെങ്ങനെ അറിഞ്ഞു വെച്ചാൽ കഴിഞ്ഞിടയ്ക്ക് അയാളുടെ ലൈവിൽ തന്നെ ആൾ വന്ന് പറഞ്ഞു, അത് ഞാൻ നമ്മുടെ കലൂർ നോർത്ത് സ്റ്റേഷനില്ലേ പോലീസ് സ്റ്റേഷൻ, അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എന്നെ വല്ലാത്ത രീതിയിൽ മോളുടെ അപ്പൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ആളുടെ കയ്യിൽ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, രേഖയുണ്ട്, തെളിവുണ്ടെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി മറ്റൊരു ലേഡി പറയുന്നുണ്ട്, അതെനിക്കൊന്ന് കാണിച്ചു തരാൻ പറയുന്നു സാർ. അപ്പോൾ മോളുടെ പ്രതീക്ഷ അവിടെ വരുന്നു, പ്രതീക്ഷ ദേവി ഇരിക്കുന്നത്. അപ്പോൾ കുറേ ഒരു അരമണിക്കൂർ, ശരി സാർ ഞാൻ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ ആൾ അരമണിക്കൂർ കഴിഞ്ഞ് സ്റ്റേഷനിൽ വരുന്നില്ല. സാർ വീണ്ടും വിളിച്ചും പറഞ്ഞു,
സാർ അത് കോടതിയിൽ നടക്കുന്ന കേസാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, കോടതിയുടെ നിയമം പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോഴും ഞാൻ സാറിനോട് പറയുന്നുണ്ട്, സാറേ കോടതിയിൽ അങ്ങനെ ഒരു കേസ് നടക്കുന്നില്ല, കോടതിയിൽ വഞ്ചൂര് കോടതി നടക്കുന്ന ചെലവിൻ്റെ കേസാണ്, അല്ലാതെ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ കോടതിയിൽ അങ്ങനെ ഒരു കേസ് നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അറിയുന്ന ഒരു ചേച്ചിയെ കുറിച്ച് വിട്ടിട്ട് അവരന്വേഷിച്ചപ്പോഴാണ് അറിയണത്, അവിടെ അഡ്രസ്സ് മാറ്റിയിട്ട് ഇന്ന പേരിൽ അത് ജിനു ഗോപി എന്ന് പറഞ്ഞാൽ അയാൾ ആ പേര് വെച്ചിട്ട് നോക്കിയത്. അപ്പോഴാണ് കണ്ടത് എൻ്റെ പേര് തനുജ കൊടുത്തിട്ടുണ്ട്, CM ഇല്ല, ശാന്തപുരം, ശാന്തി നഗർ, ചിറയിൽ വീട്, ശാന്തി നഗർ, ആറ്റിൻകുഴി, കഴക്കൂട്ടം എന്നാണ് എൻ്റെ അഡ്രസ്സ്. അതിൽ ശാന്തപുരം കഴക്കൂട്ടം എന്ന് മാത്രമാണ് കൊടുത്തത്. അങ്ങനെ ഒരു അഡ്രസ്സിൽ നോട്ടീസ് അയച്ചാൽ കിട്ടുമോ? കിട്ടില്ല. അങ്ങനെ 2 പ്രാവശ്യം അങ്ങനെ അയച്ചിട്ടുണ്ട് പോലും. ഞാൻ എന്നിട്ട് എൻ്റെ അനുജൻ പോയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചു, ഇങ്ങനെ ഒരു അഡ്രസ്സിൽ വന്നിട്ടുണ്ട്. ഇല്ല, വന്നാൽ ആദ്യം ആ പോസ്റ്റ് ഞാൻ എന്നെ വിളിക്കാറുണ്ട്, ഇവിടെ താമസിക്കുന്നത് അറിയാം. അപ്പോൾ ആൾ വിളിച്ചിട്ടില്ല, അനിയൻ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടുമില്ല. അപ്പോൾ ഈ പുള്ളി എല്ലാം ചതിച്ച് നേടിയെടുക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നും ആ വ്യക്തിനെ പറിച്ചു കൊണ്ടുപോയതാണ്. അത് ഞാൻ അന്ന് ഇന്നും ഇപ്പോഴും പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ അയാൾ പറിച്ചു കൊണ്ടുപോയതാണ് ആ ലേഡി. എങ്ങനെ, ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആദ്യം അയാളുടെ മനസ്സിൽ നിന്ന് എൻ്റെ മോളെ വലിച്ച് പുറത്താക്കിയതാണ്. എന്ന് വെച്ചാൽ അയാളുടെ എല്ലാ കുഞ്ഞിന് കളറ് കൂടുതലാണ്, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ് അയാളുടെ മനസ്സിന് ആദ്യം കളയിപ്പിച്ചത് എൻ്റെ മോളെയാണ്. പിന്നെ എളുപ്പമല്ലേ എന്നെ, ഞാൻ അയാളെ ടോർച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാളെ മദ്യപാനം എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം. എന്ന് വെച്ചാൽ അയാളുടെ അപ്പ ജനിച്ച് 4 മാസം പ്രായമുള്ളപ്പോൾ അപ്പ അറ്റാക്ക് വന്ന് മരിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇയാൾ കള്ളു കുടിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയുണ്ട്. ഞാൻ കള്ളു കുടിക്കുന്നതിന് പ്രശ്നം ഉണ്ടാക്കും. ഈ ഹാൻഡ്സ് വെയ്പ്പ്, കള്ളുകുടി, ഇങ്ങനെയുള്ള കാര്യത്തിന് ഞാൻ ബഹളം ഉണ്ടാക്കുന്നുള്ളൂ. പ്രോഗ്രാം കഴിഞ്ഞ് അപ്പം കള്ളുകുടിയാണ്. എവിടെ പ്രോഗ്രാമിന് പോയാലും ഞങ്ങളെ കൊണ്ടുപോകും. എന്തിനാണെന്ന് വെച്ചാൽ അയാളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല പുള്ളിക്ക്. ഫാമിലി ഫ്രണ്ടിലുണ്ടെങ്കിൽ ചെക്കിങ് ഉണ്ടാവില്ല, രാത്രി കള്ളു കുടിച്ചിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നുണ്ടാവുക, പക്ഷേ ചെക്കിങ് ഉണ്ടാവില്ല. അങ്ങനെ ഓരോന്നിനും ഞാനും എൻ്റെ മോളും കൂടെ എല്ലാ കാര്യത്തിലും നിന്നൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒരു 3 മാസം കൊണ്ട് തുടങ്ങിയ പ്രേമമാണ് ആ ലേഡിയായിട്ട്. അതും ഞാൻ കണ്ടുപിടിക്കുന്ന മെസ്സേജ് എന്ന് പറയണേ, എനിക്ക് പീരീഡ്സ് ആയില്ല എന്നുള്ള ഒരു മെസ്സേജാണ് കണ്ടുപിടിക്കുന്ന ഫോണിൽ. അതൊരു ഭാര്യ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതേ ഞാനും ചെയ്തുള്ളൂ. അല്ലാതെ ചേട്ടാ നിങ്ങളൊരു പെണ്ണായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടോ, നല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാര്യ സ്വീകരിക്കുമോ? ഇല്ല. അത് എങ്ങനെയാണ് ഒരു പെണ്ണ് പ്രതികരിക്കുക, ആ രീതിയിലേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ. എന്നിട്ട് മാക്സിമം ഞാൻ കൊണ്ടുവരാൻ നോക്കി. അയാൾ ഇട്ടിട്ട് പോയപ്പം 10-40,000 രൂപ കടമായിരുന്നു, വീടിന് വാടക കൊടുക്കുക. അന്ന് കൊറോണ ടൈമാണ്. ആ പെൻഡിങ് വന്നുകൊണ്ട് ഞങ്ങൾ ആ വാടക വീടിൻ്റെ ഓണർ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെ നിന്ന് ഞാനും എൻ്റെ കുഞ്ഞ് അനാഥ മന്ദിരത്തിൽ പോയി നിന്നു. അയാൾ ആ ലേഡിയും കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പം ഓരോ ഹോട്ടലിൽ പോയി റൂമെടുത്ത് താമസിക്കുമ്പോഴും ഞാനും എൻ്റെ കുഞ്ഞ് അനാഥ മന്ദിരത്തിൽ കിടക്കുക. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്നറിയോ, അയാൾ എൻ്റെ മോള് അപ്പം ജീവിച്ചിരിക്കുക അനാഥ മന്ദിരത്തിൽ പോയി കിടക്കുന്ന ഒരു കുഞ്ഞിനെ ഓർക്കുമ്പം അയാൾ വരും, എൻ്റെ ദേവൂട്ടി എന്നും പറഞ്ഞിട്ട് ആൾ വരും. പക്ഷെ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോയി. ഇല്ല, തിരിഞ്ഞു പോലും. പിന്നെ ലാസ്റ്റ് അയാൾ അന്വേഷിച്ച് ഞങ്ങൾ കോട്ടയത്ത് പോയി. അയാളുടെ അപ്പാപ്പി എന്നെ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് പോയി നിന്നിട്ട് കാര്യമില്ല, അവൻ നിങ്ങളിൽ നിന്ന് കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഇവിടേക്ക് വാ, നമുക്ക് അവനെ പറഞ്ഞ് ശരിയാക്കാം. അവിടെ ചെന്നിട്ടും പുള്ളി ഒരു തരത്തിലും എന്നെ അടുപ്പിക്കുന്നില്ല, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നെ അവിടെ നിന്ന് തല്ലിയൊരു തല്ലലൊക്കെ ഉണ്ട്. എൻ്റെ തലമുടി വേരടക്കം പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എത്ര മാസം ഞാൻ തലവേദനയായിട്ട് കിടപ്പിലായിരുന്നു അറിയാം, മുടി മൊത്തം കൊഴിഞ്ഞു പോകുമായിരുന്നു. ഇപ്പോഴെൻ്റെ തലയൊക്കെ നോക്കിയേ വന്നു. അയാൾ വേരടക്കം പറിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് അതുപോലെ പറഞ്ഞു പോയിട്ടുണ്ട്. അയാളുടെ കുടുംബക്കാർ കണ്ടതാണ്. എൻ്റെ കാലിലിട്ട് ചവിട്ടിയിട്ട് പിറ്റേന്ന് നോക്കി നീര് വെച്ചു. സംഭവം ചതഞ്ഞു പോയി കാല്. എന്നിട്ട് പിറ്റേന്ന് അവിടെ നിന്ന് കുടുംബക്കാരെല്ലാവരും കൂടെ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, നീ എന്തിനെങ്ങനെ കാണിച്ചു, നീ തന്നെ കള്ളു കുടിച്ചിട്ട് ചെയ്താൽ, നീ തന്നെ കൊണ്ടുപോകണമെന്ന്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെന്ത് പറ്റിയപ്പം, കാരണം എനിക്ക് മുൻകൂട്ടി പറഞ്ഞു തരാം, കാലിൽ ബെഞ്ച് വീണമെന്ന് പറയണമെന്ന്. ഒരു ബെഞ്ച് വീണാണെങ്കിലും വേറെ എന്തെങ്കിലും പറ്റിയാണെങ്കിൽ ഡോക്ടർക്ക് കാണും പറയാൻ പറ്റില്ലേ. ലാസ്റ്റ് ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയ, സത്യം പറയുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാർ ഹസ്ബൻഡ് എന്നെ ചവിട്ടിയതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കേസിന് എഴുതട്ടെ എന്ന് ചോദിച്ചു. സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. അത്ര പോലും എനിക്ക് വേണമെങ്കിൽ അയാളെ അകത്താക്കാനുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു. എന്നെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നെറ്റിയിലേക്ക് ഇവിടെ പൊട്ടിച്ച് ഓരോ വന്ന് ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷേ അന്ന് ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്ന് കോട്ടയത്ത് നിന്ന് എന്നോട് തന്നെ പരാതി എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, എനിക്ക് ജനിച്ചതേ ഉള്ളൂ, ഞാൻ ജനിച്ചെന്നേ വിളിക്കില്ല, അത് വിളിക്കാനും പോലും അവകാശം എനിക്കില്ല. ആ വ്യക്തിയുടെ പേര് പറയാനൊന്നും എനിക്ക് അവകാശമില്ല. എനിക്ക് അവകാശം വേണ്ടെന്ന്, ഈ കുഞ്ഞിന് കൊടുക്കാനുള്ള നീതി അവകാശം അയാൾ കൊടുക്കട്ടെ. അതുപോലെ ഈ കുഞ്ഞിനില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എവിടെയുള്ള ഏത് അപ്പന്മാർ അങ്ങനെ പോയിട്ട് ഒരു സ്വന്തം കുഞ്ഞിനുള്ള ചിലവിന് കൊടുക്കും.
അതിൽ ഈ അഞ്ചാമത്തെ വർഷമാണ് അയാൾ ഇന്ന് വരെ എത്ര ബർത്ത്ഡേ കഴിഞ്ഞു. 7ാമത്തെ പിറന്നാൾ കഴിഞ്ഞതിൻ്റെ ഡിസംബർ 24 2021 മോളുടെ പിറന്നാളാവുന്നു. 21 ഡിസംബർ 24 പിറന്നാൾ 27 പുള്ളി പോകുന്നു വീട്ടിൽ. എന്നെ കാണുന്നത് അന്ന് ആ വീട്ടിൽ പോയപ്പോൾ എൻ്റെ മോള് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മോളുടെ ഒരു മാനസികാവസ്ഥ എന്താ? കാരണം ഐക്യു ലെവൽ കുറച്ച് കുറഞ്ഞ ഒരാളാണല്ലോ കുട്ടി. അപ്പം എന്തായിരുന്നു മോളുടെ ഒരു അവസ്ഥ? കുഞ്ഞിൻ്റെ വിചാരം അപ്പ എന്ന് പറയുന്ന വ്യക്തി മോളെ കാണുമ്പോൾ ഓടിച്ചെല്ലും കെട്ടിപ്പിടിക്കുന്ന, കുഞ്ഞിനോടൊന്നും മിണ്ടു പോലും ചെയ്യാതെ ഇപ്പോൾ ഉള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് അതിനെ കൊണ്ട് കൊച്ചിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. കുഞ്ഞെന്ത് ചെയ്യണം ഏതാണെന്ന് അറിയുന്നില്ല. ആ ലേഡി വെച്ചാൽ വഴക്കിടുന്നു. കുഞ്ഞിന് എന്ത് അപ്പനോട് മിണ്ടണോ അല്ലെങ്കിൽ അപ്പ എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത്. പിന്നെ പുള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഇല്ലാത്തൊരു അഡ്രസ്സ് എഴുതുന്ന പുള്ളി ഇറങ്ങി പോകുമ്പോൾ എൻ്റെ മോള് കരയുമായിരുന്നു ചെയ്ത്. ആ വീഡിയോസൊക്കെ ഉണ്ട്. ഒരാൾ തല്ലിയോ നുള്ളിയോ കരയിപ്പിക്കണ്ടല്ലോ. അന്ന് ആ കൊച്ച് കരഞ്ഞതിൻ്റെ എന്താ പറയുക, ആ വീഡിയോസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പായി എന്ന് പറഞ്ഞ കുഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. പുള്ളി പോയി മിണ്ടാതെ ഇറങ്ങി പോയിട്ട് പുള്ളിക്ക് മനസ്സ് നിൽക്കുന്നില്ല. പുള്ളി എന്നിട്ട് തിരിച്ചു വന്ന് ദൈവമെന്ന് വിളിച്ചപ്പോൾ കുഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക ചെയ്തേ അപ്പായി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കുഞ്ഞിനെ കൈ അടർത്തി മാറ്റിയിട്ട് പുള്ളി പോയത്. അന്നത്തെ ആ ഒരു ദിവസം എൻ്റെ മോളെ ആ ഒരു ഇതൊന്നും ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടാണ് മാറ്റിയെടുത്തതെന്നറിയോ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു ഷോക്കൊന്നും കൊടുക്കാൻ പാടില്ല. പക്ഷേ ഞാനും ഇപ്പോൾ ഓരോ നിമിഷം കൊണ്ട് ഇപ്പം എനിക്ക് ചില ദിവസങ്ങളിൽ എൻ്റെ കൈവിട്ട് പോകുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. എന്നുവെച്ചാൽ അതെൻ്റെ മോള് മാത്രമേ അറിയുള്ളൂ. പിന്നെ 2-3 പേർക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം പോലും ഇപ്പോൾ രണ്ടാമത് യൂട്യൂബേഴ്സ് എന്നെ വാരിയിട്ട് ഓരോന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും കഴിഞ്ഞ വർഷം ഇതുപോലെയായിരുന്നു ഓരോ എപ്പിസോഡ്. ഇപ്പോൾ എൻ്റെ മോള് പുതിയൊരു സ്കൂളിൽ പഠിക്കുക. അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും അവിടെയുള്ള കുട്ടികൾക്കൊക്കെ അറിയാം. ഭയങ്കര സ്നേഹമാണ് മോളോട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കാരണം വീണ്ടും എൻ്റെ കുഞ്ഞ് മറ്റൊരിടത്ത് മോശപ്പേരല്ല വരുന്നത്. നിൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയണല്ലോ. ഈ യൂട്യൂബ് കാണാത്ത ഒരാൾക്കാരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ വീണ്ടും എൻ്റെ മോള് പിന്നെയും ഇങ്ങനെ ഓരോ പേരുകൾ കേൾക്കേണ്ടി വരുമോ, ഞാൻ കാരണമാണല്ലോ. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ തീരില്ലേ. അതിന് പോലും ഞാൻ ശ്രമിക്കാമെന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. എന്നെ ഊർപ്പടക്കി പിടിച്ച് എൻ്റെ കൂടെ നിൽക്കുക. പിന്നെ ഞാൻ ചിന്തിക്കില്ല, ഞാനിനി അങ്ങനെയൊന്നും ചിന്തിക്കില്ല, ചെയ്യില്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എൻ്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് എന്താ വെച്ചാൽ ഇവളുടെ ഓരോ പോയിൻ്റ് ഓരോ മൈൻഡും എനിക്ക് അറിയുള്ളൂ അവൾ എന്താണെന്നുള്ളത്. എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനോ അല്ലെങ്കിൽ സുഖത്തിനോ വേണ്ടി എനിക്ക് എൻ്റെ മോൾ എവിടെയും ഹോസ്റ്റലിലാക്കിയിട്ട് എനിക്ക് പൊക്കൂടെ. അങ്ങനെ ചെയ്യുന്ന അമ്മമാരില്ലേ ഇല്ലേ? ഇപ്പം ഇങ്ങനെയുള്ളൊരു കുഴപ്പമുള്ളൊരു കുഞ്ഞിനെ ഞാൻ ചേർത്ത് പിടിച്ച് പോകുമ്പോൾ എന്നെ ആ പുള്ളി ഇത്ര ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അവളെങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ, ആ കുഞ്ഞിനെ എങ്ങനെയും വളർത്തിക്കോട്ടെ. എൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കുന്ന ഒന്നുമില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ പോലും ഞാൻ മേടിക്കില്ല. പക്ഷേ അപ്പോൾ എല്ലാവരും പറഞ്ഞു, തനു നിൻ്റെ കുഞ്ഞിൻ്റെ അവകാശമാണത്. നീ ആ പൈസ മേടിച്ചിട്ട് നീ അത് ഉപയോഗിച്ചില്ലെങ്കിലും അനാഥ കുട്ടികൾക്ക് കൊടുക്കുക. പക്ഷെ അത് ആ മോൾക്ക് അവകാശപ്പെട്ട അത് നീ മേടിക്കണം. അങ്ങനെയാണ് ഞാൻ വീണ്ടും കേസ് ഫയൽ ചെയ്തിട്ട് കുഞ്ഞിനുള്ള ചിലവിന് കേസ് കൊടുത്തേക്കുന്നത്. അതിനും പുള്ളി ഒരു വട്ടേ കേസിന് ഹാജരായിട്ടുള്ളൂ. ഇപ്പോഴും പുള്ളി വന്നിട്ടില്ല കേസിന്. ഞാനിങ്ങനെ കേസിന് പോവുക വരിക. പക്ഷേ പുള്ളി കേസിന് ഹാജരായിട്ടില്ല. ഇപ്പോൾ തനി പറയുണ്ടായി ഞാൻ എൻ്റെ കൈവിട്ടു പോകുന്ന ചില നിമിഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് കൈവിട്ടു പോയിട്ടുള്ളത്? കൈവിട്ടു പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ലേഡി എന്നെ വളരെ കഴിഞ്ഞ പ്രാവശ്യം പോലെ അവർ ചെയ്ത വീഡിയോസ് ഒന്നും നിങ്ങൾ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ മോളെ അനാവശ്യം പറഞ്ഞാൽ എന്നെക്കുറിച്ച് പറയുക. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കല്യാണത്തിൻ്റെ എല്ലാവരും പറഞ്ഞു, തനു നീ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയാൽ ശരിയാവില്ല, രണ്ടാമതൊരു കല്യാണം നോക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബിൽ ചേച്ചി ലൈവിൽ വന്ന് പറഞ്ഞായിരുന്നു. ആ കല്യാണ കാര്യം പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞിട്ട് കല്യാണാലോചന കൊണ്ടുവന്നു. അപ്പോൾ അത് സത്യമാണെന്ന് തോന്നിയപ്പം ചേച്ചിയൊക്കെ സംസാരിച്ചു ആ ലേഡിയായിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊരു ഫേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ എൻ്റെ മോളുടെ അപ്പൻ്റെ കൂടെ ഭർത്താവെന്ന് എനിക്ക് എന്നോട് എല്ലാവരും എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. എൻ്റെ മോളുടെ അപ്പൻ്റെ കൂടെ താമസിക്കുന്ന ലേഡിയുടെ പേരാണ് ആ ലേഡി പറഞ്ഞ് സംസാരിച്ചത്. അപ്പം ഞാൻ ഇതെന്താ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയല്ല തന്നെ, അത് വേറെ എന്തോ പേര് പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് അവർ വിഷയം മാറ്റി പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അറിയുന്നത് ഇവർ ഓരോ കഥകൾ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. ഓരോ ദിവസം ഓരോ കഥകൾ ഉണ്ടാക്കി എന്നെയും ചേച്ചിയോടും വിളിച്ച് സംസാരിച്ച് ലാസ്റ്റ് ഇത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പം കൈവിട്ടു പോയി. അതിനുശേഷം ഞങ്ങളുടെ യൂട്യൂബിൽ ഞാൻ ഓരോരുത്തർ വന്ന് ചോദിക്കും, എന്തായി തനു കല്യാണക്കാരൻ, ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഇത് ഫേക്കാണെന്ന്. ഇത് സത്യം മുഴുവൻ അറിഞ്ഞിട്ട് ആൾക്കാരിലേക്ക് പറയാമെന്ന് വെച്ചിട്ട് ഇരുന്നിരുന്നപ്പം വേറൊരു യൂട്യൂബർ അവരാണ് ഈ കല്യാണത്തിൻ്റെ പിന്നിലെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും എന്നെ എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി.
അവരെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ യൂട്യൂബിൽ. ആര് പേരും ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് മാത്രമേ പറഞ്ഞു. നമ്മളൊരാളെ വ്യക്തമാക്കാതെ ഒരിക്കലും പേര് പറയാൻ പാടില്ല. അങ്ങനെ ഈ കഴിഞ്ഞ എൻ്റെ മോൾ അനാവശ്യം പറഞ്ഞ ആ ലേഡി പോലും എന്നെക്കുറിച്ച് വളരെ മോശം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇതായി മുട്ടി നിന്നിട്ടാണ് ഞാൻ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് നോക്കണേന്നും പറഞ്ഞിട്ട് അത്രത്തോളം എന്നെ മാനസിക ഇതായിട്ട് എന്നെ എന്തിനാ ഇതുപോലെ പീഡിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആർക്ക് മുന്നോട്ട് ജീവിക്കണം തോന്നുക? ഇതിനപ്പുറം തന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും നമ്മൾ എടുത്തിട്ട് ഓരോ കണ്ടൻറ്റാക്കി വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. എല്ലാവർക്കും പുറത്തുനിന്ന് ധൈര്യം തരാനും പറ്റുള്ളൂ അല്ലേ? ജീവിക്കുന്നത് ഞാനും മോളാണ്. ഒരു നിമിഷം മതി ഒരാളുടെ മൈൻഡ് മാറാൻ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അനുഭവിച്ചതാണ്. എങ്ങനെയാണ് മാറിയത്? ഞാനൊരു രാത്രി അഖിൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്. ആ യൂട്യൂബർ എന്നെ എൻ്റെ ലൈവിൽ ആ ലേഡിയുടെ പറഞ്ഞ് ഒരു ചിരി പമ്പർ ചിരിയിലൊക്കെയുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചാനലിൽ പോയിട്ട് കമൻ്റ് ഇട്ടു. അതൊക്കെ അവരിട്ടു കേട്ടോ, അത് അവരുടെ ഇഷ്ടമാണ്, ആരോടും മിണ്ടണം എന്താണ്, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതേ സെയിം ആൾ എൻ്റെ ലൈവ് ഞാൻ ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പോലും. അപ്പം ഞാൻ എൻ്റെ ലൈവിൽ വന്ന് കമൻ്റ് ഇട്ടു, ഇങ്ങനെ ഇന്ന ആളെ കുറിച്ച് പറയുന്നുണ്ട്, ആർട്ടിസ്റ്റിനെ കുറിച്ച് ഇന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അയ്യോ അവരൊക്കെ വലിയ ആർട്ടിസ്റ്റാണ്, അവരെക്കുറിച്ചൊന്നും ഇവിടെ വന്ന് പറയല്ലേ, വലിയ യൂട്യൂബറാണ്, അവരെക്കുറിച്ചൊന്നും ഇവിടെ ഒന്ന് പറയല്ലേ, അവരെ ആൾക്കാരൊക്കെ വന്ന് എന്നെ പൊങ്കാലിട്ട് ദൈവത്തെ ഓർത്ത് അവരെ പേര് ഇവിടെ പറയല്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഒരു സെക്കൻഡ് ആകുമ്പോഴേക്ക് ഈ യൂട്യൂബർ ആ ലേഡി ആർട്ടിസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ ലൈവ്. അവരപ്പം തന്നെ എൻ്റെ ഈ ഫോൺ കോളിലേക്ക് വിളിച്ചു. അന്ന് ഫോണിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്ന ആളാണ്. ഞാൻ എന്താ, ഞാൻ നിങ്ങളെ ഹസ്ബൻഡിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. അന്ന് ഞാൻ എൻ്റെ ലൈവിൽ എന്താ പറഞ്ഞതെന്നുള്ള അതിപ്പോഴും ആ വീഡിയോ അവിടെയുണ്ട്. പിറ്റേന്ന് രാവിലെ ഈ കാണുന്ന അവർ വീണ്ടും ക്ലിയർ ചെയ്തിട്ടൊരു വീഡിയോ എടുത്തിട്ടേക്കുക. അവരോട് പറഞ്ഞോട് നിൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും, അതുകൊണ്ട് നീ ക്ലിയർ ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടതും അത് കിട്ടിയത് അതിലവർ തനുജ അവർ നല്ലതായിരിക്കും ചെയ്തത്, അവർ പറയണേ നല്ലതാണ് ചെയ്തതെന്ന്. പക്ഷെ അവർ നല്ലത് ചെയ്ത് എനിക്ക് നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അതുൽ എന്ന് പറഞ്ഞ യൂട്യൂബർ എടുത്ത് അത് കണ്ടൻറ്റാക്കി ചെയ്തു. നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ, ജിനുവിനോട് അവർ മിണ്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ്, ജിനുവിനോട് മിണ്ടിച്ചിട്ട് എനിക്കെന്താ, എനിക്കൊന്നുമില്ല, ഞാൻ അതിലങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ട് ആൾ വീഡിയോ. അന്ന് രാത്രി ഞാൻ 1 മണിക്ക് നോക്കുമ്പം വേറൊരു യൂട്യൂബർ എടുത്ത് വീഡിയോ ചെയ്താൽ കണ്ടേ. എനിക്കിതൊക്കെ കൂടെ എനിക്ക് എപ്പോഴും ഞാൻ ചിന്തി ഇത് വീണ്ടും എന്നെ കണ്ടൻറ്റാക്കി ഓരോരുത്തർ ചെയ്യാം. എൻ്റെ മോളുടെ പഠിത്തം, മോളുടെ ഓരോ കുട്ടികൾ പറയണ അതൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വയലൻസ് എന്ന് വെച്ചാൽ എനിക്ക് BP-യുടെ ഗുളിക പോലും ഇപ്പം ഞാൻ കഴിക്കുന്നില്ല. ഞാൻ കഴിക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോവുക. പക്ഷേ ഡോക്ടർ എനിക്ക് എപ്പോഴും ഈ തലവേദന കൂടി BP കൂടുമ്പോൾ എന്നെ ഡോക്ടർ വഴക്ക് പറയും, നിങ്ങൾ ഗുളിക കഴിക്കണം. ആ 2 ദിവസം കഴിക്കും, 3-ാം ദിവസം ഞാൻ സ്റ്റോപ്പ് ചെയ്യും. എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ അന്ന് രാത്രി വയലൻ്റായി. എൻ്റെ കുഞ്ഞ് പേടിച്ചു, മോളെനിക്ക് എൻ്റെ കൂടെ തന്നെ നിന്നു. ഞാൻ പറഞ്ഞില്ല. അപ്പം തന്നെ ഞാൻ 2-3 പേർക്ക് മെസ്സേജ് ചെയ്തു, അഥവാ എനിക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മോളെ ഇന്നടത്താക്കിക്കോണം, വേറെ ആർക്കും കൊടുക്കരുത്. അനാഥ മന്ദിരം ഉണ്ടാവില്ലേ, അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കൾക്ക് അനാഥ മന്ദിരമില്ലേ, അവിടെ ആക്കിക്കോണം, ഒരാളുടെ കയ്യിൽ എൻ്റെ മോളെ കൊടുക്കരുതെന്ന് ഞാൻ 2-3 പേർക്ക് വോയിസ് അയച്ചു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഈ യൂട്യൂബറെ വിളിച്ചു, ഈ പ്രശ്നം ഉണ്ടാക്കിയൊരു യൂട്യൂബർ, അവരെ ചൊല്ലിയാണല്ലോ മറ്റുള്ള യൂട്യൂബേഴ്സ്. ഞാൻ അവരെ വിളിച്ചു. എനിക്ക് സംസാരിച്ചിട്ടും കരഞ്ഞിട്ടും എനിക്ക് ശബ്ദമില്ല പറയാൻ. ഞാൻ അവരോട് നിങ്ങൾ എനിക്ക് നല്ലതാണ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ നല്ലത് ചെയ്ത് എന്നെ അത്രയും ദോഷമായിട്ടാണ് യൂട്യൂബേഴ്സ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനെത്ര ഉപദ്രവിച്ച്, നിങ്ങൾ എൻ്റെ ഭർത്താവ് നല്ല എൻ്റെ മോളുടെ അപ്പനോട് മിണ്ടിച്ചിട്ട് എനിക്കെന്താ കുഴപ്പം, ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അപ്പം പറയും അത് എന്നോട് മറ്റുള്ളവർ പറഞ്ഞ് നിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും, അത് പേടിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. വേറെ രീതിയിൽ അഖിലെന്ന് പറഞ്ഞ യൂട്യൂബർ എൻ്റെ മോളെ ഞാൻ കരയിപ്പിച്ച് വീഡിയോ ചെയ്യുന്നൊരു അമ്മയാണ്. ഇന്നലെ പോലും ഞാൻ ലൈവിൽ ഫോൺ കോൾ ചെയ്ത് എല്ലാവരും 9-ാം ക്ലാസ് പഠിക്കുന്ന കണ്ണൂരിൽ നിന്നൊരു മോൻ വിളിച്ചായിരുന്നു. ആ കുട്ടി പാട്ട് പാടി, ദൈവന് ഇഷ്ടപ്പെടുന്നൊരു പാട്ട് പാടി തന്നു. അത് കഴിഞ്ഞപ്പോൾ മോളിത് കണ്ടപ്പോൾ എന്നോട് അമ്മ ഞാനും കൂടെ പാടട്ടെ, നമുക്ക് സംസാരത്തിൽ കുറച്ച് ഇതുണ്ട്, അവളെ അറിയുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ കുഞ്ഞ് വേഗം മറ്റേ ഫോണിൽ പാട്ട് കേട്ടുകൊണ്ട് മൈക്കും പിടിച്ച് പാടി. ഇപ്പോഴത്തെ ഒരു തമിഴ് പാട്ടുണ്ടല്ലോ, ഏതായിരുന്നു മോളെ, പറടാ പറ സ്വാമി ആ പാട്ട് കുഞ്ഞ് പുഷ്പയാണോ അന്ന് പാടിക്ക് വന്നെ. ബഗി 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 സ്വാമി ആ ഒരു പാട്ടില്ലേ, ആ ഒരു പാട്ട് അവൾ പാടി.